ഹായ് ഓൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് സീരീസ് കാണുക. നിങ്ങൾക്കത് ഉപകാരപ്പെടും, തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 10ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന്, ഇനി 10ൽ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണണം കേട്ടോ. പിന്നെയും അത് കാണുക. കാണുന്നതിലൂടെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് മനസ്സിലാകും. ഏതൊക്കെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു നല്ലൊരു ബോധ്യമുണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായി നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ദാദാഭായി നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, ശരിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയതാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ദാദാഭായി നവറോജിയുടേതാണ്. പലതവണ PSC ആവർത്തിച്ചതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ, തെറ്റാണ് അല്ലേ. A.O. ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ദാദാഭായി നവറോജി, ശരിയാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ C ആണല്ലേ ഇവിടെ നമുക്ക് വേണ്ടാത്തത്. ശരിയല്ലാത്തതാണ് ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. 3 മാത്രമാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ് എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. കർഷകരുടെ ദുരിതങ്ങൾ, ശരിയാണ്. കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, ശരിയാണ്. രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശരിയാണ്. ശിപ്പായിമാരുടെ ദുരിതങ്ങൾ, ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരം. ഇവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസിഫ് അലിയാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസിഫ് അലി ആണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ആരാണ്? അത് ജയപ്രകാശ് നാരായണനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ഓപ്ഷൻ C സൂര്യ സെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു, ശരിയാണ്. മലബാർ സ്പെഷ്യൽ പോലീസ് ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു, ശരിയാണ്. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു, ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം, വളരെ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ D ആണ്. ഇവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഇവിടെ തന്നിരിക്കുന്നത് കുണ്ട്ര വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹമാണ്. കാലഗണന അനുസരിച്ചാണ് നമ്മളോട് ഇത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ കാലഗണന അനുസരിച്ച് നോക്കുമ്പോൾ നമുക്കൊന്ന് ആദ്യം ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ നോക്കാം അല്ലേ. അപ്പോൾ കുണ്ട്ര വിളംബരത്തിൻ്റെ വർഷം ഏതാണ്? 1809 കുണ്ട്ര വിളംബരത്തിൻ്റെ വർഷം വരുന്നത് അല്ലേ. നമുക്കറിയാം വേലുത്തമ്പി ദളവയാണ് കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത് 1809. അടുത്തത് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ വർഷം എത്രയാണ് വരുന്നത്? അത് 1932 വരുന്നത്. മലയാളി മെമ്മോറിയൽ ആണെങ്കിലോ 1891 വരുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1891-92 കാലഘട്ടം, 91 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കിക്കേ, നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ഒന്നാമത് വരുന്നത് കുണ്ട്ര വിളംബരം, രണ്ടാമത് വരുന്നത് ഏതാണ്? മലയാളി മെമ്മോറിയൽ രണ്ടാമത് വരും. മൂന്നാമത് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, നാലാമത് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. വർഷങ്ങൾ ഈ വർഷങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകരും അവരുടെ സംഘടനകളുമാണ് തന്നിരിക്കുന്നത്. അയ്യങ്കാളി, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ, വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം, സാധുജന പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷാ ദേവസഭ, ആത്മവിദ്യാ സംഘമാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത്. നോക്കിക്കേ, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് ഏത്? സാധുജന പരിപാലന സംഘം.
പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം അല്ലേ, ആദ്യത്തെ നവോത്ഥാന സംഘടനയായി കണക്കാക്കുന്നതാണ് സമത്വ സമാജം. അപ്പോൾ ഏതാണ് ഇതിൽ നമ്മുടെ ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? ചട്ടമ്പി സ്വാമി രചിച്ച കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചട്ടമ്പി സ്വാമി രചിച്ചത് ഏതാണ്? വേദാധികാര നിരൂപണമാണ് അല്ലേ. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാലയൊക്കെ ആരുടെയാണ്? അത് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. ചട്ടമ്പി സ്വാമികളുടേത് വേദാധികാര നിരൂപണം. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം, ശരിയാണ്. ടി.കെ. മാധവൻ നേതൃത്വം നൽകി, വളരെ ശരിയാണ് അല്ലേ. എ.കെ. ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു, തെറ്റാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു എ.കെ. ഗോപാലൻ. മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചു, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചത്, ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷമാണ് 1940. ഏത് വർഷമാണ് വന്നത്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. അടുത്ത ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 86ാമത് ഭരണഘടനാ ഭേദഗതി 2002. 86ാമത് ഭരണഘടനാ ഭേദഗതി 2002. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? മൗലികാവകാശങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സ്വത്തവകാശം മൗലികാവകാശമാണോ? അല്ല, ഇപ്പോൾ അതൊരു നിയമാവകാശമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ശരി. സമത്വത്തിനുള്ള അവകാശം, ശരി. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എ ആണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? അത് ബ്രിട്ടനാണ് അല്ലേ. ബ്രിട്ടന് എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ഉള്ളത്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ ബി സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്നയാണ് നമ്മുടെ ഉത്തരം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്ന. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ബി ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വി പി മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? വി പി മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് വി പി മേനോൻ. അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്നു. അത് തെറ്റാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. ശരിയാണ്. 1952 അസ്സാമിൽ ഗവർണറായി ചുമതലയേറ്റു. തെറ്റാണ്. അപ്പോൾ എയും സിയും ആണ് ശരി. ഓപ്ഷൻ ബി ആണ് എയും സിയും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതാണ്? 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശമാണ് ഓപ്ഷൻ എ ഗോവ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരാണ്? ഓപ്ഷൻ ബി വിക്രം സാരാഭായി ആണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി വിക്രം സാരാഭായി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്?
ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ബൊക്കാറോ വന്നത്? ഓപ്ഷൻ സി റഷ്യയുടെ സഹായത്തോടെയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല നിർമ്മിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവയാണ്? സഞ്ജന നൽകുന്ന സേവനങ്ങൾ. കേരള സർക്കാരിൻ്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് സഞ്ജയ. സഞ്ജയ നൽകുന്ന സേവനങ്ങളാണ് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ. അപ്പോൾ ഇവയെല്ലാം ശരിയാണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ബി സേഫ് കേരള. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നർമ്മദ, താപ്തിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. നർമ്മദ, താപ്തി. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നർമ്മദ, താപ്തി. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടർ അണ്ണാദൊരൈ എന്നാൽ ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടറാണ് ഡോക്ടർ പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. കേരളത്തിൽ ഏലം വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? ഓപ്ഷൻ സി ആണ്, നീർവാർച്ചയുള്ള മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആന്ധ്രയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് എന്നുള്ളത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ശരിയാണല്ലേ. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. തെറ്റ്. ഏതാണ് അത്? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? പെരിയാർ. ഭാരതപ്പുഴ ആനമഴയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണ്. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയല്ലാത്തത് കേട്ടോ. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതിയാണ് ഓപ്ഷൻ ബി ജീവിതം ഒരു പെൻഡുലം. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടന 2023 ഏതു വർഷമായി ആചരിക്കുന്നു? ഐക്യരാഷ്ട്ര സംഘടന 2023 ചെറുധാന്യ വർഷം. ഓപ്ഷൻ എ ചെറുധാന്യ വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? പെരിയാറിൻ്റെ പോഷക നദികളാണ് മുതിരമ്പുഴ. ഏതൊക്കെയാണ്? മുതിരമ്പുഴയുണ്ട്, പെരിഞ്ചാംകുട്ടി ഇല്ല, തൊടുപുഴയാറ്, കട്ടപ്പനയാറ്. അപ്പോൾ ഓപ്ഷൻ സി 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതവും ജില്ലയും. നെയ്യാറ് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണല്ലേ. നെയ്യാറ് തിരുവനന്തപുരം ശരിയായിട്ടുള്ളതാണ്. ചെന്തുരുണി കൊല്ലം, അതും ശരിയാണ്. കരിമ്പുഴ മലപ്പുറം ശരിയാണ്. കൊട്ടിയൂര്
കണ്ണൂർ, ഇതും ശരിയാണ്. അപ്പം നമുക്ക് ഇവിടെ എന്താണ് നമ്മളെ ചേരുംപടി ചേർത്തിരിക്കുന്നത് എല്ലാം ശരിയായിട്ടാണ് ചേരുംപടി ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. കൺഫ്യൂഷൻ ആകരുത്. നെയ്യാറ് തിരുവനന്തപുരം തന്നെയാണ്, ചെന്തുരുണി കൊല്ലമാണ്, കരിമ്പുഴ മലപ്പുറമാണ്, കൊട്ടിയൂർ കണ്ണൂരാണ്. എല്ലാം ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? എന്തിനുള്ള കണ്ടുപിടുത്തമാണ്? mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ് ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാനും 2023 വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ശരിയാണ് അല്ലേ. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ശരിയാണ്. 1978 നിലവിൽ വന്നു, ശരിയാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു, അത് തെറ്റാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്താണ് ഓപ്ഷൻ എ പോത്തുങ്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട്? ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ. അടുത്ത ക്വസ്റ്റ്യൻ, മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും കണ്ടെത്തുക. മുതിരപ്പുഴയാറിലുള്ള ജലവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് അത്? പള്ളിവാസലും ചെങ്കുളവുമാണ് മുതിരപ്പുഴയാറിലുള്ള ജലവൈദ്യുത നിലയങ്ങൾ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും കണ്ടെത്തുക. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നോക്കാം നമുക്ക്. ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകത ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്, ശരിയാണ്. സഹ്യപർവ്വത നിരയുടെ ഭാഗം, തെറ്റ്. റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം, തെറ്റ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശം, തെറ്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് തമിഴ്നാടാണ് കേട്ടോ. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കത്തിയവാർ പീഠഭൂമി, സുന്ദർബൻ ഡെൽറ്റ, ആരവല്ലി ഉപദ്വീപ്, ഹൂഗ്ലി പർവ്വതം. ഇവിടെ ശരിയായിട്ടുള്ളത് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, സുന്ദർബൻ ഡെൽറ്റ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഏത് വിഷയമാണ് അവിടെ പ്രധാനമായിട്ടും നടന്നത്? ഓപ്ഷൻ ഡി ആണ്, കാലാവസ്ഥാ വ്യതിയാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം. എത്ര മൗലിക കർത്തവ്യങ്ങളാണുള്ളത്? 11. ഓപ്ഷൻ എ. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? ഓപ്ഷൻ ഡി കൊച്ചി തിരൂർ ബേപ്പൂരാണ് കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര. അടുത്ത ക്വസ്റ്റ്യൻ, ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാക്ടോമീറ്റർ ഏതാണ്? ഓപ്ഷൻ സി പാലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, UK, ഇന്ത്യ, കെനിയ എന്നീ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? UK, ഇന്ത്യ, കെനിയ എന്നീ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവയെല്ലാം കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാതകങ്ങളിൽ പെടാത്തത് ഏതാണ്? അത് ഓപ്ഷൻ ഡി നൈട്രജൻ ആണ് അല്ലേ. അപ്പോൾ വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രിക് ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രിക് ഓക്സൈഡ് ഇവയെല്ലാം ഹരിതഗൃഹ വാതകങ്ങളിൽ പെടുന്നു. നൈട്രജൻ ഹരിതഗൃഹ വാതകങ്ങളിൽ പെടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, INA ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണ്? INA, ഇന്ത്യൻ നാഷണൽ ആർമി. INA ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ്. ഓപ്ഷൻ എ ആണ്, സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. അടുത്ത ക്വസ്റ്റ്യൻ, അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ
ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ ഏത്? ഇതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. അസ്ഥികളുടെ ആരോഗ്യത്തിന്. ഓപ്ഷൻ ഏതാണ് അസ്ഥികളുടെ? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ്. വൈറ്റമിൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ സി. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, വൈറ്റമിൻ ഡി കണരോഗം. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ ഡി ആണ്. ഇനി ഇതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അത് കണരോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിൽ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ നെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന്. കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഏത്? ഓപ്ഷൻ ഡി പറമ്പിക്കുളം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വെച്ച് ശരിയായവയാണ് കണ്ടെത്തേണ്ടത്. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്ന രക്തപര്യന വ്യവസ്ഥയാണ്. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. ശരി. രക്തപര്യന വ്യവസ്ഥയിൽ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. ശരിയാണ്. മനുഷ്യ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ശരിയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും. അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. 1, 2, 3 ശരി, 4 തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തത് ഓപ്ഷൻ സി, കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണങ്ങളിൽ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മിത്ര കീടങ്ങളെ ഇറക്കുന്നത് പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ഉറുമ്പുപൊടിയാണോ? അല്ല. വേപ്പിൻ കുരു സത്ത്, അതെ. വെളുത്തുള്ളി മിശ്രിതം, അതെ. പരിസ്ഥിതി സൗഹാർദ്ദമാണ്. അപ്പോൾ ഉറുമ്പുപൊടിയാണ് ഇവിടെ നമ്മുടെ ഉത്തരം, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതി. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിയാണ് എയ്റോപോണിക്സ്. ഓപ്ഷൻ എ, എയ്റോപോണിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം. ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് ഓപ്ഷൻ ബി, പ്രകീർണനം. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്ന് അറിയപ്പെടുന്നു. ശരിയാണല്ലേ? ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. തെറ്റാണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അതും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. 1, 3 ശരി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഉത്തരം. നമ്മുടെ ഉത്തരം എന്താണ്? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? വെരി ഈസി ആണല്ലേ. ഇരുമ്പിൻ്റെ അയിര് ഏതാ ഉത്തരം? ഓപ്ഷൻ ഡി, ഹേമറ്റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാണ്? പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് വീഴുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? അതിൻ്റെ ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത്, ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലാണ് INS മഹേന്ദ്രഗിരി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ സി, ഒഡീഷ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം സ്പെയിൻ ആണ് കേട്ടോ. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം സ്പെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വിസർജന അവയവം അല്ലാത്തത് ഏതാണ്? വിസർജന അവയവം അല്ലാത്തത് ഏതാണ്? അത് ഹൃദയമാണ്. ഓപ്ഷൻ ബി, ഹൃദയം. ബാക്കി വൃക്ക, ത്വക്ക്, ശ്വാസകോശം ഇവയെല്ലാം വിസർജന അവയവമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ എ, എയ്ഡ്സ്.
അടുത്ത ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് എന്ത്? ഓപ്ഷൻ ഡി ആണ് എംഫിസിമ. അടുത്ത ക്വസ്റ്റ്യൻ, നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്, എൽസ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 പരിസ്ഥിതി ദിന സന്ദേശം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? 2023 പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം ഏത്? ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? ഓപ്ഷൻ സി ആണ്, അമിനോ ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? അത്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഫംഗസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ്? ഓപ്ഷൻ എ ആണ്, ഇൻസുലിൻ്റെ കുറവ് മൂലമാണ് പ്രമേഹം. അടുത്ത ക്വസ്റ്റ്യൻ, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആരോഗ്യകിരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? അത് ഓപ്ഷൻ ഡി ആണ്, കക്കോടി, കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനാണ്. ഓപ്ഷൻ ബി, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് ഓപ്ഷൻ ഡി, പെരികാർഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ഓപ്ഷൻ സി, BCG. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം, സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല? സോയിൽ മ്യൂസിയം ഓപ്ഷൻ എ, തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു സെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും നല്ലപോലെ പഠിക്കുക. അവരവരുടെ ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നല്ലതുപോലെ പ്രയത്നിക്കുക. നമ്മളെക്കൊണ്ട് മാത്രമേ നമ്മളെ വിജയിപ്പിക്കാൻ സാധിക്കൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.